വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസ് ഒന്നല്ല, നിങ്ങളുടെ എന്താ പറയാ സംശയ ദൂരീകരണം, കുറേ സംശയങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ദൂരീകരിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എക്സാം എപ്പോഴായിരിക്കും, എന്നായിരിക്കും എക്സാം വരുന്നത് എന്നുള്ളത്. അപ്പോ നമുക്കറിയാം എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസം ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കിലാണ്. ജൂൺ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആഴ്ചയാണ് നമ്മൾ CSEBയുടെ ഇപ്പൊ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം. ഇനി അങ്ങോട്ട് എക്സാം പോകാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഇതുവരെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ജൂൺ മാക്സിമം ഒരു സെക്കൻഡ് വീക്ക്, അതായത് 15-ാം തീയതിയുടെ ഉള്ളിലൊക്കെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയിപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. സോ ഇപ്പൊ നിങ്ങൾ ജൂൺ ഒരു സെക്കൻഡ് വീക്കിന്റെ ഉള്ളിൽ എക്സാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാമോ എന്നാണ് അടുത്തൊരു ചോദ്യം. ഇപ്പോ CSEBയുടെ പരീക്ഷകളിൽ ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി നടന്ന പരീക്ഷ തൊട്ടിട്ട് ആ ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 160 ചോദ്യങ്ങളിൽ നിന്നും 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, കാരണം സബ്ജക്റ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനും ലോയും 15 ചോദ്യങ്ങൾ വീതം 15 മാർക്കും, അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും 20 ചോദ്യങ്ങൾ വീതം 20 മാർക്ക് എന്നുള്ളതൊക്കെ വന്നു. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുടെ നിലവാരത്തിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് നല്ല ഏറ്റവും ക്രീമി ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെ ജോലിയിലേക്ക് എടുക്കണം എന്നുള്ളത് കൊണ്ടും നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയുള്ള പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാം. അതിന് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ കടന്നുവരവായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക്കൽ ആയിട്ട്, അഥവാ ഒരു കാര്യത്തിന്റെ കൺസെപ്ച്വൽ ലെവലായിട്ട് ക്ലാരിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ, ഉദ്യോഗാർത്ഥിക്ക് ആ ഒരു സ്കില്ലുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് CSEB തീർച്ചയായിട്ടും വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിന്റെ എണ്ണം ഓരോ പരീക്ഷകൾ വെച്ച് പതുക്കെ കൂടുള്ളൂ. ഒറ്റയടിക്ക് എല്ലാ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷെ എന്താണ്, നമുക്ക് എല്ലാ സബ്ജക്റ്റിലും അത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരാൻ സാധ്യത കൂടുതലുള്ളത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങും കോർപ്പറേഷനിലുമാണ് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കടന്നു വരിക. കാരണം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. കൂടുതൽ കോർപ്പറേഷനും ബാങ്കിങ്ങിനും ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിട്ടുണ്ടാവുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? കൺസെപ്ച്വൽ ലെവൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. PYQവിന് ഇനി ഇമ്പോർട്ടൻസ് ഉണ്ടാവുമോ? കാരണം പണ്ട് CSEBയുടെ പരീക്ഷ എന്ന് പറഞ്ഞ ഒരു എല്ലാവരും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ ഇരുന്ന് പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകും. അത് പരീക്ഷ പാസ്സാവാൻ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇനിയുള്ള പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQs മാത്രം പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. പക്ഷെ PYQs പഠിക്കാതെ പോവുക എന്നുള്ളത് പണ്ടത്തിലാണ്. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 2017 ശേഷമുള്ള അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷത്തെ PYQs നോക്കുക. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാനാണ് PYQs നോക്കാൻ പറയുന്നത്. കാരണം ബേസിക്സ് നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ, നമ്മളുടെ പഠിച്ചതൊക്കെ ക്ലാരിറ്റി ഉണ്ടോ, ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PYQs നോക്കുന്നത്. അപ്പോൾ PYQs ഒന്ന് നോക്കാം. പക്ഷെ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ, പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടി പരിശീലിച്ചാൽ മാത്രമേ ഇനിയുള്ള CSEB ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ PYQs മാത്രം ചെയ്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ CSEB ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പഴയ ചിന്ത ഇനി വേണ്ട. ഇനി അങ്ങനെയല്ല, കളി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി 15 മാർക്കിന് വേണ്ടി ഇത്രയും ഡെപ്തിൽ ലോ പഠിക്കണോ? കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ്. അത് വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലെ. 15 മാർക്കിന് വേണ്ടി, കാരണം ഒരു ലോന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും അല്ലെ 110 സെക്ഷനും ഇത്രയും 201 റൂളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 15 മാർക്കിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്ന ഇൻപുട്ട് കൂടുതലും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 15 മാർക്കുമാണ്. അപ്പൊ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ക്ലിയർ ആക്കുക. അതിന് നിങ്ങൾക്ക് PYQs യൂസ് ചെയ്യാം. PYQs വെച്ചിട്ട് ഉള്ള ലോന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ്.
പിന്നെ ഭേദഗതി വന്നിട്ടുള്ള ഭാഗങ്ങൾ കുറെ സ്ഥലത്ത് ഭേദഗതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡെപ്ത് ആയിട്ട് ഭേദഗതി വന്നിട്ടുള്ളത് എവിടേക്കാന്നുള്ളതും കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക എന്നുള്ളതാണ്. ശരിക്കും ലോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് ആയി തന്നെ കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കണം. എല്ലാ സെക്ഷനും റൂളും ഒക്കെ എന്താണ് അതിന്റെ ഹെഡുകൾ എന്നുള്ളത് ആദ്യം കൃത്യമായി പഠിച്ചു പോവുക. പിന്നെ ഭേദഗതി വന്ന ഭാഗങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് രജിസ്ട്രേഷനിൽ അതിന്റെ ഡേയ്സ് മാറിയിട്ടുണ്ട് അല്ലെ, കാലാവധിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ, മിനിമം ഷെയർ ക്യാപിറ്റൽ എന്നുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ റൂൾസിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോയില് കമ്മിറ്റി അംഗങ്ങളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് പിക്ക് ചെയ്ത് പഠിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഇൻഹൗസ് ക്ലാസ്സിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പല ഭാഗത്ത് സ്പ്രെഡായി കിടക്കുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ടേംസ് അല്ലെങ്കിൽ പീരീഡ്സ്, ഡിഫറെന്റ് കമ്മിറ്റികളുടെ പീരീഡ്സ് അഥവാ ടേം, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ദിവസങ്ങളുടെ കണക്കുകൾ, 2 ദിവസത്തിന്റെ കണക്കുണ്ട്, 15 ദിവസത്തിന്റെ കണക്ക് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 60 ദിവസം അല്ലെ, 30 ദിവസം, 45 ദിവസം, 1 വർഷം, അങ്ങനെയുള്ള ആ ഒരു ഡേയ്സ് ഇയേഴ്സ് എന്നുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ നോക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോം നമ്പറുകളെല്ലാം കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഓരോ പോസ്റ്റിലും ഇരിക്കുന്നവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷന്റെ നമ്മുടെ ചീഫിന്റെ യോഗ്യത എന്താണ്, അങ്ങനെ യോഗ്യതകൾ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കിപ്പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് നമുക്ക് റിട്ടേൺ കൂടുതലായിട്ട് ഉണ്ടാവും. നമ്മൾ ഇടുന്ന ഇൻപുട്ട് മറ്റത് പഠിക്കുന്ന അത്രത്തോളം വേണ്ട, പക്ഷെ ശരിയായ അപ്രോച്ച് അതാണ്. എന്നാലും ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നോക്കി പോവാവുന്നതാണ് കേട്ടോ. സെലക്റ്റീവ് ആയിട്ട് നോക്കി പോവാം. നമ്മളിപ്പോ എന്താണ് ക്രാഷ് ബാച്ചിന് നമ്മളുടെ ഇപ്പൊ എക്സാം ഓറിയന്റ് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മൾ ക്ലാസ്സുകൾ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CSEB എക്സാമിന് പ്രോപ്പർ സിലബസ് വരുമോ എന്നുള്ളതാണ്. അത് CSEBക്ക് കുട്ടികൾ പലരും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്, ഫോൺ ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ CSEB തരുന്ന മറുപടി എന്ന് പറയുന്നത് അവർ അതിനെ ശ്രമിക്കാം എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഒരു പരീക്ഷയ്ക്ക് എന്തായാലും ഒരു പ്രോപ്പർ സിലബസ് വന്നിട്ടില്ല, അതിനുള്ള സമയവും ഇല്ല. ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ തൊട്ട് അവർ ആ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വരുമായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടി എല്ലാവരും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധ്യത, അതായത് PSC പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് തന്നു കഴിഞ്ഞാൽ, മൊഡ്യൂൾ വൈസ് ആയിട്ടൊക്കെ സിലബസ് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് എത്ര മന്ത് വരെ നോക്കണം? കറണ്ട് അഫയേഴ്സ് ഏറ്റവും കുറഞ്ഞത് ലാസ്റ്റ് 6 മന്ത്സിന്റെ കറണ്ട് അഫയേഴ്സ് നോക്കണം കേട്ടോ. ലാസ്റ്റ് 6 മന്ത്സിന്റെ കറണ്ട് അഫയേഴ്സ് നോക്കുക. പിന്നെന്താണ് കട്ട് ഓഫ് എത്ര വരാനാണ് ചാൻസ്? ഇത് വളരെ ഒരു വേഗ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ഓഫ് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, അതിന്റെ നിലവാരം നോക്കി, ഓരോന്നിന്റെയും എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കി, പിന്നെ എത്ര പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഘടകങ്ങളും അതുപോലെ വേക്കൻസികളുടെ എണ്ണം, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പരീക്ഷ നടക്കുന്നതിന് മാസങ്ങൾക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുന്നേ ഒന്നും കട്ട് ഓഫ് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എത്ര മാർക്ക് നേടാനായിരിക്കണം, നിങ്ങളുടെ ഒരു മിനിമം നിങ്ങൾ എത്ര മാർക്ക് നേടിയാൽ നിങ്ങൾക്കൊന്ന് സേഫ് ആവാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്കറിയാം അല്ലെ, 100 മാർക്കിനാണ് ഇനി തൊട്ട് പരീക്ഷ വരുന്നത്. 100 മാർക്കിന് എന്ന് പറയുമ്പോൾ ഇതില് സബ്ജക്റ്റുകൾ, അതായത് നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾ, 100 മാർക്കില് കോർ സബ്ജക്ട് എന്ന് പറയുന്നത് എത്ര മാർക്കിനാ അല്ലെ? കോർപ്പറേഷൻ 15 മാർക്ക്, ലോ 15 മാർക്ക്, പിന്നെ അക്കൗണ്ടൻസി 20 മാർക്ക്, ബാങ്കിങ് 20. അപ്പൊ എത്രയാ? 70 മാർക്ക് അല്ലെ? 40ഉം 30ഉം 70 മാർക്ക്. പിന്നെ അപ്പൊ ഈ 70 മാർക്കില് സബ്ജക്റ്റിലെ 70 മാർക്കില് എത്ര മാർക്ക് നിങ്ങൾ ഒരു മിനിമം നേടണം? അതായത് നിങ്ങൾക്ക് അത്യാവശ്യം സേഫ് ആണ്, അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു എക്സാം, അത്യാവശ്യം എന്താണ് ഒരുവിധം എല്ലാവരും എഴുതുന്ന ഒരു ആവറേജ് ലെവൽ പരീക്ഷയാണ് നടക്കുന്നതെങ്കിൽ എത്ര മാർക്ക് നേടുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70ൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര മാർക്ക് നേടേണ്ടി വരും? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? യെസ്, ഏകദേശം ഒരു 50 മാർക്ക് കേട്ടോ. 50ന്റെയും 55 മാർക്കിന്റെയും ഇടയിൽ സ്കോർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. 50 to 55 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 50 മാർക്സ്, 70ൽ ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. 50 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സോണിലാണ്. പിന്നെ അതിനുശേഷം ബാക്കി 3 എണ്ണം കൂടിയിട്ട് എത്രയാ? 30 അല്ലെ? അപ്പോ 30
ചോദ്യങ്ങളിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? ഒരു 20 മാക്സിമം ആണ് കേട്ടോ, ഒരു 20 മാർക്ക്. അപ്പോ 50ഉം 20ഉം എത്രയാണ്? 70 മാർക്ക് അല്ലെ? 70 മാർക്ക് എന്ന് പറയുന്നത്. 70 മാർക്ക് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടും എന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ചിരിക്കാൻ പറ്റും. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 45 മാർക്ക് അല്ലെ? 45 മാർക്കും പിന്നെ ഒരു 20 മാർക്കും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ. അപ്പൊ ഒരു 65. അപ്പൊ ഒരു 65ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 100ല് ഒരു 65 മാർക്കിന് മുകളിലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. 65 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാന്ന് പറയുന്ന ഇപ്പോ സബ്ജക്റ്റുകളില് 70 ചോദ്യങ്ങളിൽ 45 എണ്ണം. ഓക്കെ, ആ 45ന് എത്ര കൂടണോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, 45+ സ്കോർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. 45+ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. 70ൽ 45+ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, GK ഇത് മൂന്നും കൂടി 30 മാർക്കല്ലേ? ഈ 30 മാർക്കില് ഒരു 20 മാർക്ക്. 20 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾ നന്നായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്സിന്റെ എന്താ പറയാ ഫുൾ മാർക്ക്, 1 മാർക്കൊക്കെ മാത്സ് പോവാൻ സാധ്യതയുള്ളൂ. അത്യാവശ്യം നന്നായി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 99% ക്വസ്റ്റ്യൻസും കിട്ടുന്നത് തന്നെയാണ്. ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. മാത്സ് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് മാർക്ക് ഏകദേശം കിട്ടും. ഇംഗ്ലീഷ് അത്യാവശ്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പകുതി മാർക്ക് കിട്ടും. GK പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. പിന്നെ LDC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. അങ്ങനെ ഒരു 30ൽ ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 30ൽ 20 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പകരം നിങ്ങൾക്ക് സബ്ജക്റ്റില് ഈ പറയുന്ന 45 55 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയാലും എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 65-70 എന്ന മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു 65-70 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഒരു സേഫ് സോണിൽ തന്നെ ആയിരിക്കും. പിന്നെ പരീക്ഷയുടെ നിലവാരം അനുസരിച്ചിട്ട് അല്ലെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാം എന്നുള്ളതാണ്. പരീക്ഷ ടഫ് ആണെങ്കിൽ എന്താണ് കട്ട് ഓഫ് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ചിലപ്പോൾ ഒരു 60 മാർക്കൊക്കെ സ്കോർ ചെയ്താലും നല്ല മാർക്ക് ആവും. അത് മനസ്സിലാവുന്നുണ്ട്. അത് പരീക്ഷ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കട്ട് ഓഫിന്റെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഉള്ള അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് വന്നിട്ടുള്ള കുറെ മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടുതൽ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടൊന്ന് ആൻസർ ചെയ്തത്. അപ്പോ ഇൻഡെപ്ത് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ CSEBയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാച്ച് ഉണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. ലൈവ് സെഷൻസ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഫുൾ ടൈം മെന്റർ നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ക്ലാസ്സുകളാണ്. പിന്നെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CSEBയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബിനാറും മറ്റ് ലൈവ് ക്ലാസ്സസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.